തലനാരിഴയ്ക്കാണ് വൻ ദുരന്തമൊഴിവായത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിലെ കോതാട് മൂലമ്പിള്ളി പാലത്തിൽ രൂപപ്പെട്ട വലിയ ഗർത്തം കണ്ടെയ്നർ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടെയ്നർ ലോറി കടന്നുപോയതിന് തൊട്ടുപിന്നാലെ സ്ലാബിന്റെ ഒരു ഭാഗം അടർന്നു വീഴുകയായിരുന്നു. 2011 ഫെബ്രുവരി 11-നാണ് വല്ലാർപാടം ടെർമിനൽ റോഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പാലം തകർന്നത് നിർമ്മാണത്തിലെ അപാകതകൾ മൂലമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നൂറുകണക്കിന് കണ്ടെയ്നർ ലോറികൾ, ഹെവി ടണ്ണേജായ കണ്ടെയ്നർ ലോറികൾ പോകുന്ന റോഡാണിത്. ഇത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുടെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. 1 വർഷം മുമ്പ് കണ്ടെയ്നർ റോഡിന്റെ മുളവുകാട് ഭാഗത്ത് 1.5 അടിയോളം റോഡ് താഴ്ന്നുപോയിരുന്നു. ഭാരമേറിയ കണ്ടെയ്നറുകൾ കടന്നുപോകുന്ന പാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വിള്ളലുകൾ ശാസ്ത്രീയമായി പരിഹരിച്ചില്ലെങ്കിൽ വൻ ദുരന്തത്തിന് വഴിവെക്കും. ദിവസേന നൂറുകണക്കിന് കണ്ടെയ്നറുകൾ കടന്നുപോകുന്ന കോതാട് മൂലമ്പിള്ളി പാലത്തിന്റെ ഒത്തനടുക്കാണ് ഇത്തരമൊരു ആഴമേറിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. പാലത്തിൽ കാണപ്പെടുന്ന നിരവധി വിള്ളലുകൾ പാല നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതകളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ജസ്റ്റിന തോമസ്, ഇന്ത്യ വിഷൻ, കൊച്ചി.